നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ സോഷ്യോളജിയിലെ നോംസിനെ കുറിച്ചും മറ്റുമാണ് പറയുന്നത്. അതിൽ ഒരു ഭാഗം 8.2.1 ടൈപ്സ് ഓഫ് നോംസ് എന്നത് പറയുന്നുണ്ട്. നോംസ് പലതരമുണ്ട്. സോഷ്യൽ നോംസ് ആർ ന്യൂമറസ് ആൻഡ് വേരീഡ്. സമൂഹത്തിലെ നോംസ് അഥവാ അലിഖിത നിയമങ്ങൾ, അൺറിട്ടൺ ലോസ്, സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് നൽകുന്ന നമ്മുടെ ആക്ഷൻസിനുള്ള ഗൈഡ് ലൈനുകളാണ് നോംസ്. നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്നുള്ള മാർഗരേഖകൾ സമൂഹം നൽകുന്നുണ്ട്. അതാണ് സമൂഹത്തിലെ അലിഖിത നിയമങ്ങൾ. എഴുതി വെച്ചിട്ടില്ല, ലിഖിതമല്ല, എന്നാലും അത് സമൂഹത്തിൽ എല്ലാവരും അനുസരിച്ചേ മതിയാവും. ഇതാണ് നോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോംസ് ഒത്തിരി ഉണ്ട്, എണ്ണം പറയാൻ തീരില്ല. ഓരോ സമൂഹങ്ങളിലും വ്യത്യസ്തമായ നോംസ് ആയിരിക്കാം, പക്ഷെ അവ വൈവിധ്യമാർന്നതുമാണ്. ദേ അസ്യൂം ഡിഫറെന്റ് ഫോംസ്. നോംസ് തന്നെ പല രൂപത്തിലുണ്ട്. നമുക്ക് ഇന്ന് അതേക്കുറിച്ചാണ് നോക്കുന്നത്. ദേ ഡിഫർ ഇൻ ടേംസ് ഓഫ് സെവറിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി. അതിൻ്റെ വൈവിധ്യത്തിലും അതിൻ്റെ എത്ര കാലം നിലനിൽക്കുന്നു ആ നോം എന്നതിൻ്റെ കാര്യത്തിലുമൊക്കെ ഓരോ സമൂഹത്തിനും വ്യത്യസ്തതയുണ്ട്. ദയർ ഇൻഫ്ലുവൻസ് ആൻഡ് ഇഫക്റ്റ് ഓൺ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ഹാവ് നോട്ട് ബീൻ യൂണിഫോം. വ്യക്തിയിലും സമൂഹത്തിലും ഈ നോംസ് ഏത് രീതിയിലാണ് ബാധകമാവുക എന്നത് എല്ലാവരിലും ഒരുപോലെയല്ല, എല്ലാ സമൂഹങ്ങളിലും ഒരുപോലെയല്ല. രണ്ട് ഒബ്സർവേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒബ്സർവേഷൻ 1 എന്താണ് എന്ന് നോക്കാം. ഒബ്സർവേഷൻ 1, നോംസ് ആർ ബോത്ത് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രോസ്ക്രിപ്റ്റീവ്. നോംസ് ഒരേ സമയം പ്രിസ്ക്രിപ്റ്റീവ് നോംസും ഉണ്ട്, പ്രോസ്ക്രിപ്റ്റീവ് നോംസും ഉണ്ട്. പ്രിസ്ക്രൈബ് ചെയ്യുക, നിർദ്ദേശിക്കുക, അല്ലെ? അപ്പോൾ സമൂഹം ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ചില ഡൂസ് മീൻസ് ചെയ്യാവുന്നവ. ചിലതൊക്കെ ചെയ്യാൻ പാടില്ല, ഫോർബിഡ് ചെയ്യുന്നുണ്ട്, വിലക്കുന്നുണ്ട്. അതിനെയാണ് ഡോൺസ് എന്ന് പറയുന്നത്. അതിനെ പ്രോസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറയാം. അപ്പോൾ നോംസ് രണ്ട് തരം, പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രോസ്ക്രിപ്റ്റീവ്. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടുള്ളത്, പ്രോസ്ക്രിപ്റ്റീവ് ചെയ്യാൻ പാടില്ലാത്തത്. നോംസിനെ ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഇതൊരു തരംതിരിവാണ്. പ്രിസ്ക്രിപ്റ്റീവ് നോംസ് ഡിക്റ്റേറ്റ് വാട്ട് പീപ്പിൾ ഷുഡ് ഡു. ആൾക്കാർ എന്താ ചെയ്യേണ്ടത് എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്, പറയുന്ന നോംസ് ആണ് പ്രിസ്ക്രിപ്റ്റീവ് നോംസ്. വാട്ട് വി ആർ റിക്വയർഡ് ടു ഡു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് പ്രിസ്ക്രിപ്റ്റീവ് നോംസ് പറയുന്നത്. ആൻഡ് പ്രോസ്ക്രിപ്റ്റീവ് നോംസ് സേസ് വാട്ട് പീപ്പിൾ ഷുഡ് നോട്ട് ഡു. ആൾക്കാർ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറയുന്നതാണ് പ്രോസ്ക്രിപ്റ്റീവ് നോംസ്. സംതിങ് ഫോർബിഡൻ, വിലക്കിയിട്ടുള്ള കാര്യം, സമൂഹം ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുള്ള കാര്യം, ഫോർബിഡൻ ആയ കാര്യം. ഫ്രീക്വൻലി, സാധാരണഗതിയിൽ ദ പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് പ്രോസ്ക്രിപ്ഷൻസ് കം ഇൻ പെയർസ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ചെയ്യാവുന്നത് എന്നുകൂടി ആ സമൂഹം പറയുന്നുണ്ടാവും നോംസിന്റെ രൂപത്തിൽ. ദാറ്റ് ഈസ്, അതുകൊണ്ട് അത് ജോഡികളായിട്ടാണ് വരിക. ഈ പ്രിസ്ക്രിപ്റ്റീവ് നോംസും പ്രോസ്ക്രിപ്റ്റീവ് നോംസും ആ പെയർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് വരിക. വാട്ട് വി ആർ റിക്വയർഡ് ടു ആൻഡ് വാട്ട് വി ഡോണ്ട് വാണ്ട് ടു ഡു. സംതിങ് ആൻഡ് ഫോർബിഡൻ നോട്ട് ടു ഡു സംതിങ്. അതാണ് പറയുക. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് വാട്ട് വി ആർ റിക്വയർഡ് ടു ഡു സംതിങ്. അതാണ് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് പ്രോസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഈസ് ഫോർബിഡൻ ഓർ നോട്ട് ടു ഡു സംതിങ്. ഇനി എക്സാമ്പിൾസ് പറയാം പ്രിസ്ക്രിപ്റ്റീവ് നോംസിന്. വി ആർ റിക്വയർഡ് ടു വെയർ ക്ലോത്ത്സ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കണം എന്നുള്ളത് സമൂഹം പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എങ്കിലും എല്ലാവർക്കും അറിയാം, സമൂഹം പറയാതെ പറയുകയാണ്. അൺറിട്ടൺ ലോസ് ആണ് ഇത്. പ്രിസ്ക്രിപ്റ്റീവ് നോംസ് ആണ്. എക്സാമ്പിൾ ഫോർ പ്രോസ്ക്രിപ്റ്റീവ് നോംസ് ഏതാണെന്ന് നോക്കാം. വി ആർ ഫോർബിഡൻ ടു ഗോ നേക്കഡ് ഓൺ സ്ട്രീറ്റ്സ്. എന്താണ്? വസ്ത്രം ധരിക്കാതെ തെരുവിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നത് വിലക്കിയിട്ടുണ്ട്. ഇത് പ്രോസ്ക്രിപ്റ്റീവ് നോംസ് ആണ്. പ്രോസ്ക്രിപ്റ്റീവ് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ആണ്. പലരും പല പർപ്പസുകൾക്ക്, നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ്, അതിന് പല ഉദ്ദേശങ്ങളുണ്ട്. വൃത്തിയായി എല്ലാ ദിവസവും വൃത്തിയായി നടക്കാൻ വസ്ത്രം മാറുന്നുണ്ട്, റെഗുലറായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മളെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീസണൽ ആയിട്ടുള്ള മഴക്കാലം, മഞ്ഞുകാലം, അതിനനുസരിച്ച് നമ്മൾ വസ്ത്രങ്ങൾ മാറുന്നുണ്ട്. ഓരോ ഒക്കേഷനിലും, വിവാഹ കല്യാണ ആഘോഷങ്ങൾക്കൊക്കെ ഉള്ള വസ്ത്രം വേറെയാണല്ലോ, സ്കൂളിൽ പോകുന്ന യൂണിഫോം മറ്റൊന്നാണല്ലോ. ഇനി നമുക്ക് ഒബ്സർവേഷൻ 1 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോംസ് പ്രിസ്ക്രിപ്റ്റീവ്, പ്രോസ്ക്രിപ്റ്റീവ് എന്നിങ്ങനെ രണ്ട് തരമുണ്ട്. പ്രിസ്ക്രിപ്റ്റീവ്, ഒരിക്കൽ കൂടി പറയുന്നു, സമൂഹത്തിൽ ചെയ്യാൻ പാടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നോംസ് പറയുന്നുണ്ട്. പ്രോസ്ക്രിപ്റ്റീവ്, ചെയ്യാൻ പാടില്ലാത്തവ, ഡോൺസ് എന്ന് പറയുന്നവ. ഇനി ഒബ്സർവേഷൻ 2 കൂടിയുണ്ട് ഈ നോംസിനെ സംബന്ധിച്ച് പറയുമ്പോൾ. അതെന്താണെന്ന് നോക്കാം. ദ സെക്കൻഡ് ഒബ്സർവേഷൻ, രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇസ് ദാറ്റ് സം ഓഫ് ദ നോംസ് പെർവേഡ് ഇൻ എൻറ്റയർ സൊസൈറ്റി. ചില നോംസ് മൊത്തം സമൂഹത്തിലും പെർവേഡ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് കമ്മ്യൂണൽ നോംസ് എന്ന് പറയാം. അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സ്പർശിക്കുന്നതാണ്, മൊത്തത്തിൽ എല്ലാവരും ആചരിക്കുന്ന നോംസ്. ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക എന്നുള്ളത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്. വേറെ ചിലതുണ്ട്,
അത്രയ്ക്കൊന്നും അതിനെ പെർവേസീവ് അല്ല. പെർവേസീവ് എന്ന് വെച്ചാൽ എല്ലായിടത്തും ബാധകമല്ല. ഓക്കെ, ലെസ് പെർവേസീവ് ആണ് എന്ന് പറയാം. എല്ലായിടത്തും ബാധകമല്ല എങ്കിൽ ലെസ് പെർവേസീവ്. എല്ലായിടത്തും ബാധകമാകുന്നു, എല്ലാവരും അനുഷ്ഠിക്കുന്നതാണെങ്കിൽ പെർവേസീവ്. എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നത് എന്നാണ് പെർവേസീവ് എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. ഇനി അതായത് ചില നോംസ് ലെസ് പെർവേസീവ് ആണെന്ന് പറഞ്ഞാൽ ദേ പ്രിവെയിൽ ഓൺലി ഇൻ സർട്ടൻ ഗ്രൂപ്പ്സ്. ചില ഗ്രൂപ്പുകളിൽ മാത്രമാണ് അത്തരം നോംസ് ഉള്ളൂ. അതിന് അസോസിയേഷണൽ നോംസ് എന്ന് പറയാം. എല്ലായിടത്തും സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തും ബാധിക്കുന്ന, എല്ലാവരും ആചരിക്കുന്ന നോംസിനെ നമ്മൾ കമ്മ്യൂണൽ നോംസ് എന്നാണ് പറയുക. ഓക്കെ, എന്താണ് അപ്പോൾ രണ്ട് തരം നോംസ് ഏതാണ്, കമ്മ്യൂണൽ നോംസ് എന്താണെന്ന് ചോദ്യം വന്നാൽ നമ്മൾ എന്ത് എഴുതണം? സമൂഹത്തിന്റെ എല്ലാ വിഭാഗം കാറ്റഗറിയും എൻറ്റയർ സൊസൈറ്റിയും അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണൽ നോംസ് ആണ്. ഒരു ചെറിയ വിഭാഗം മാത്രം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അസോസിയേഷണൽ നോംസ് ആണ്. അപ്പോൾ അസോസിയേഷണൽ നോം എന്താണെന്ന് ചോദ്യം വന്നാൽ നമ്മൾ അത് ഇത്ര എഴുതണം. ബ്രാഹ്മണിൽ മാത്രമാണ് പൂണൂല് ധരിക്കുക, സേക്രഡ് ത്രെഡ് ധരിക്കുക. ഈ പൂണൂല് ധരിക്കുന്നത് ആ ഒരു കാറ്റഗറി മാത്രമാണ്, ഒരു വിഭാഗം മാത്രമാണ്. അത് അസോസിയേഷണൽ നോമിന് എക്സാമ്പിളാണ്. ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏത് മതമോ ജാതിയൊന്നും നോക്കുന്നില്ല, എല്ലാ മനുഷ്യരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നുണ്ട് പരിചയപ്പെടുമ്പോഴൊക്കെ. അപ്പോൾ ഇത് ഒരു കമ്മ്യൂണൽ നോം ആണ് എന്ന് പറയാൻ സാധിക്കും. എക്സാമ്പിൾ ആണ് പറഞ്ഞത്. സോ വി ഷാൽ കോൾ ദ ഫോർമർ നോംസ് വിച്ച് ആർ പെർവേസീവ് ഇൻ ദ എൻറ്റയർ സൊസൈറ്റി ആസ് കമ്മ്യൂണൽ നോംസ്. എൻറ്റയർ സൊസൈറ്റിയിലും പെർവേസീവ് ആയിട്ടുള്ള നോംസിനെ കമ്മ്യൂണൽ നോംസ് എന്ന് പറയും. ആൻഡ് ലേറ്റർ പിന്നെ രണ്ടാമത് പറഞ്ഞതാണ് ലെസ് പെർവേസീവ് ആയിട്ടുള്ള നോംസ്, എല്ലാവരും ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു ചെറിയ ഗ്രൂപ്പ്, സോഷ്യൽ ഗ്രൂപ്പ് മാത്രം ഫോളോ ചെയ്യുന്ന, ഒരു ചെറിയ അസോസിയേഷൻ മാത്രം ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള നോംസിനെ അസോസിയേഷണൽ നോംസ് എന്നും പറയും. ആൻ എക്സാമ്പിൾ ഓഫ് കമ്മ്യൂണൽ നോം വുഡ് ബി ദ കസ്റ്റം ഓഫ് ഷേക്കിംഗ് ഹാൻഡ്സ്. കമ്മ്യൂണൽ നോമിന് എല്ലാവരും ചെയ്യുന്നതാണ് ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന കസ്റ്റം. അപ്പോൾ മീറ്റിംഗ് എ ന്യൂ അക്വൈനൻസ്, ഒരു പുതിയ ആളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും. അതെല്ലാവരും ചെയ്യുന്നതാണ്. അത് മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല. എ കസ്റ്റം ദാറ്റ് അപ്പിയേഴ്സ് ത്രൂ ഔട്ട് അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ ഉടനീളം നമ്മൾ കാണുന്നത്, ഇൻ ഓൾ ഗ്രൂപ്പ്സ് ആൻഡ് ക്ലാസ്സസ്, എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ വിഭാഗങ്ങളിലും നമുക്ക് ആ കസ്റ്റം കാണാൻ സാധിക്കും. എന്നാൽ ദി എക്സാമ്പിൾ ഓഫ് അസോസിയേഷണൽ നോം, അസോസിയേഷൻ നോമിന് എക്സാമ്പിൾ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? ഓഫ് വെയറിങ് സേക്രഡ് ത്രെഡ് അമംഗ് ഹിന്ദുസ് ആൻഡ് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി മാത്രമാണ് പൂണൂല് അഥവാ സേക്രഡ് ത്രെഡ് ധരിക്കുക. ഓക്കെ, ഇറ്റ് അപ്ലൈസ് ടു ദ മെമ്പേഴ്സ് ഓഫ് അപ്പർ കാസ്റ്റ്, അതായത് മേൽജാതിക്കാരെ, ബട്ട് നോട്ട് ടു ദി ഓൾ അതർ കാസ്റ്റ്, പക്ഷേ താഴെ ഉള്ള മറ്റു ജാതികൾക്ക് അത് ബാധകമല്ല. ദീസ് ടു വേസ് ഓഫ് ക്ലാസിഫൈങ് നോംസ് ആസ് പ്രിസ്ക്രിപ്റ്റീവ് ഓർ പ്രോസ്ക്രിപ്റ്റീവ്. നോംസിന് ഈ രീതിയിൽ പ്രിസ്ക്രിപ്റ്റീവ് എന്നും പ്രോസ്ക്രിപ്റ്റീവ് എന്നും വിശദീകരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞത് വേറെയാണ്. വേറൊന്ന് രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്താണ്? കമ്മ്യൂണൽ എന്നും അസോസിയേഷണൽ നോംസ് എന്നും. കമ്മ്യൂണൽ നോംസ് എന്നും അസോസിയേഷൻ, ദേ റെപ്രസെന്റ് കാറ്റഗറീസ് ദാറ്റ് ക്രോസ് ഈച്ച് അതർ. അത് എല്ലാ വിഭാഗങ്ങളിലും ഉള്ളതാണ്. ഇനി however all the norms may be subsumed under three major concepts. എല്ലാ നോംസും നമ്മൾ പൊതുവെ ഫോക്ക് വൈസ്, മോർസ്, അതുപോലെ തന്നെ കസ്റ്റം എന്നിങ്ങനെ വേർതിരിച്ചു പറയാറുണ്ട്. അതായത് നാടൻ പതിവുകൾ ഫോക്ക് വൈസ് എന്ന് പറയാം. മോർസ് എന്ന് പറഞ്ഞാൽ നട്ടാചാരങ്ങൾ, കസ്റ്റംസ് വെച്ചാൽ അനുഷ്ഠാനങ്ങൾ, രീതികൾ എന്നൊക്കെ അർത്ഥം. നമുക്ക് ഒന്നുകൂടെ വിശദീകരിച്ച് നോക്കാം. ഫോക്ക് വൈസ് എന്താണ്? ദ ടേം ഫോക്ക് വൈസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു സോഷ്യോളജിക്കൽ ലിറ്ററേച്ചർ. സോഷ്യോളജിയുടെ സാഹിത്യത്തിൽ ഫോക്ക് വൈസ് എന്ന പദപ്രയോഗം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് WG സംനർ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഫോക്ക് വൈസ് എന്നാണ്. 1906 സംനർ അങ്ങനെ ഒരു കാര്യം പബ്ലിഷ് ചെയ്യുന്നത് തന്നെ ഫോക്ക് വൈസിനെ കുറിച്ച്. ദ വേർഡ് മീൻസ്, ആ വാക്കിൻ്റെ അർത്ഥം ദ വേസ് ഓഫ് ദ ഫോക്ക്, പതിവ്, നാട്ടുകാരുടെ ഒരു പതിവ്, രീതി എന്നാണ് അർത്ഥം. ഫോക്സ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ എന്നാണ് അർത്ഥം. ആൻഡ് വേസ് റെഫർ ടു, വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറൽ ഹാബിറ്റ്, പെരുമാറ്റശീലം എന്നർത്ഥം. ഫോക്ക് വേസ് ആർ ദ ആക്സെപ്റ്റഡ് വേസ് ഓഫ് ബിഹേവിയർ. അപ്പോൾ എല്ലാവരാലും സ്വീകരിക്കപ്പെട്ട പെരുമാറ്റ രീതികളെയാണ് ഫോക്ക് വേസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മോർസ് എന്ന് പറയാം? മോർസ് ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയിൽ റെഫർ ചെയ്യുന്നത് സൊസൈറ്റിയുടെ ഏറ്റവും ഡീപ്ലി ആയിട്ടുള്ള, ആഴത്തിൽ വേരൂടിയിട്ടുള്ള നിയമങ്ങളെയാണ് മോർസ് എന്ന് പറയുന്നത്. ദാറ്റ് ഓഫൺ ക്യാരി എ മോറൽ കൊണോട്ടേഷൻ. അതിനെല്ലാത്തിനും ഒരു ധാർമ്മിക വശം ഉണ്ടായിരിക്കും. മോർസിന് എപ്പോഴും ഒരു മോറൽ കൊണോട്ടേഷൻ, അത് തന്നെയാണ് മോറൽ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്ങും മോർസിൻ്റെ സ്പെല്ലിങ്ങും ആദ്യത്തെ അക്ഷരങ്ങൾ സെയിം ആണ്, MOR എന്നുള്ളത്. ഓക്കെ, സോ മോറൽ കൊണോട്ടേഷൻ, ഒരു ധാർമ്മികമായ പെരുമാറ്റത്തിൻ്റെ സൂചന, കൊണോട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൂചനയാണ്, ഉണ്ടായിരിക്കും. ഡിക്റ്റേറ്റിംഗ് വാട്ട് ഈസ് കൺസിഡേർഡ് സിഗ്നിഫിക്കൻ്റ്ലി റൈറ്റ്, എന്താണ് ഏറ്റവും നല്ല ശരി, ഓർ റോങ്, ഏറ്റവും ശരിയായ, ഏറ്റവും തെറ്റേതാണ്, റോങ് ഏതാണ് എന്നൊക്കെ അതിനെ വിശദീകരിക്കുകയാണ് മോർസ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ആ സമൂഹത്തിൽ അത് ആഴത്തിൽ വേരോടിയതായിരിക്കും. അതിനെ തെറ്റിക്കാൻ ആര് ശ്രമിച്ചാലും സമൂഹം ശക്തമായ എതിർപ്പ് അവർക്കെതിരെ ഉണ്ടാക്കും. മോർസ് അറൈസ് വെൻ ഗ്രൂപ്പ്സ് ലിവ് ടുഗെദർ.
ഗ്രൂപ്പുകളായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ലോങ് ഇനഫ് ടു ഡെവലപ്പ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ ഒരുമിച്ച് ഏറെ നാൾ താമസിച്ച് കഴിയുമ്പോൾ അവർക്കിടയിൽ ഒരു പൊതുധാരണ, ഒരു ഷെയർഡ് അണ്ടർസ്റ്റാൻഡ്, പങ്കിട്ട ചില ധാരണകൾ ഉണ്ടാവും, ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അബൌട്ട് ഹൗ മെമ്പേഴ്സ് ഷുഡ് ബിഹേവ്. നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരാലും സ്വീകൃതമായ ചില പൊതുധാരണകൾ ഉണ്ടാവും. എല്ലാവരും ആ ധാരണകൾ പങ്കിടുകയും ചെയ്യും, എല്ലാവർക്കും അറിയാമായിരിക്കും. ദ ക്യാൻ ബി ബേസ്ഡ് ഓൺ കസ്റ്റംസ്, ചിലപ്പോൾ ആചാരാനുഷ്ഠാനത്തെക്കുറിച്ച് സംബന്ധിച്ചായിരിക്കും, ഓർ റിലീജിയൻ അല്ലെങ്കിൽ മതവസപരമായ കാര്യങ്ങളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ പിയർ പ്രഷർ, സമപ്രായക്കാരുടെയോ ചിന്താഗതിക്കാരുടെയോ സമ്മർദ്ദം കൊണ്ടോ അത് രൂപപ്പെട്ടു വന്നതായിരിക്കാം മോർസ്. ഈ മോർസ് വയലേറ്റ് ചെയ്താൽ, വയലേഷൻ ഓഫ് ദീസ് ആർ ഓഫൺ മെറ്റ് വിത്ത് സിവിയർ കോൺസിക്വൻസസ് ഓർ സൊസൈറ്റൽ ഡിസിപ്ലിൻ. ഈ മോർസ് തെറ്റിച്ചാൽ ഗുരുതരമായ അനന്തരഫലം ഉണ്ടാകും. സമൂഹം വിലക്കും, അല്ലെങ്കിൽ സമൂഹം അവരോട് പ്രതിഷേധിക്കും, വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. എക്സാമ്പിൾസ് ഒരെണ്ണം നമുക്ക് നോക്കാം. റെസ്പെക്ട് ഫോർ ലൈഫ്, ജീവനെ മാനിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മോർസ് ആണെന്ന് പറയാം. അതായത് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് എല്ലാവരും അതിനെ എതിർക്കുന്ന കാര്യമാണ്. ഏതൊക്കെ നിങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉള്ള അല്ലെങ്കിൽ യോജിപ്പുള്ള ആളാണെങ്കിൽ ശരി, നിങ്ങൾ ഒരാളെ കൊന്നാൽ തീർച്ചയായിട്ടും അയാൾ നിങ്ങളോട് വിയോജിക്കും, നിങ്ങളെ ഒറ്റപ്പെടുത്തും. കാരണം നിങ്ങൾ കൊലപാതകി എന്ന് സമൂഹം മുദ്രകുത്തും. അത് മോറലി റോങ് ആണ്. സത്യസന്ധത എല്ലാ സമൂഹങ്ങളും പറയുന്ന കാര്യമാണ്. നുണ പറയുന്ന, ചതിക്കുക എന്നൊക്കെ പറയുന്നത് ധാർമ്മികമായ ഒരു സമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ല. ഇനി മാരേജ്, വിവാഹത്തെ സംബന്ധിച്ച്, വിവാഹത്തിന് വെളിയിൽ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള അഫെയർ എല്ലാ സമൂഹവും അതിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല. അത് വളരെ തെറ്റായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇനി തെഫ്റ്റ് അഥവാ മോഷണം, ടേക്കിംഗ് സംവൺ എൽസ് പ്രോപ്പർട്ടി, മറ്റൊരാളുടെ സ്വത്ത് എടുക്കുക എന്ന് പറയുന്നത് ഈ സീൻ ആസ് മോറലി റോങ്, ധാർമ്മികപരമായിട്ട് അത് തെറ്റായിട്ടാണ് കാണുന്നത്. ഇനി ഫോക്ക് വേസ്, എന്താണ് ഫോക്ക് വേസ് എന്ന് നോക്കാം. Folk ways are category of norms that is roughly translated to a social or cultural custom. അത് ഒരു സോഷ്യൽ കസ്റ്റം അല്ലെങ്കിൽ കൾച്ചറൽ കസ്റ്റം ആയിട്ടാണ് പറയുന്നത്. ദേ ആർ വൺ ഓഫ് ദ 4 ടൈപ്സ് ഓഫ് നോം. 4 തരം നോംസിൽ ഒരെണ്ണമാണ് ഈ ഫോക്ക് വേസ് എന്ന് പറയുന്നത്. അതായത് ലോസ്, മോർസ്, ടാബൂസ് എന്നിങ്ങനെയുള്ള ഒരെണ്ണമാണ് ഫോക്ക് വേസ്. എന്താണ് ഫോക്ക് വേ എന്ന് നോക്കാം നമുക്ക്. ഫോക്ക് വേസ് ആർ കൾച്ചറലി ഡിഫൈൻഡ് നോംസ്, സാംസ്കാരികപരമായും ബന്ധമുള്ള നോംസ് ആണ്. ഓർ എത്തിക്കൽ ദാറ്റ് ആർ നോട്ട് വെരി സീരിയസ് ഇഫ് ബ്രോക്കൺ. അത് തെറ്റിച്ചാലും അത്ര വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്നാൽ ചെറിയൊരു സമൂഹം ചെറിയൊരു കർശനം അതിൽ ആവശ്യപ്പെടുന്നുണ്ട്. ദേ ആർ മോസ്റ്റ്ലി കസ്റ്റമറി ആൻഡ് പൊളൈറ്റ്. സാധാരണ അങ്ങനെ ചെയ്താൽ നല്ലത്. അത് മാന്യതയുള്ള മനുഷ്യർ അങ്ങനെയാണ്, മാന്യന്മാർ അങ്ങനെയാ ചെയ്യുക എന്ന് പറഞ്ഞ് ഒഴിവാകുന്നല്ലാണ്ട് അത് ചെയ്തില്ല എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ഒരു ശിക്ഷണ നടപടിയോ സാമൂഹ്യ വിലക്കോ ഒന്നും ഉണ്ടാക്കുകയൊന്നുമില്ല എന്നർത്ഥം. ദേ ഡിഫർ ഫ്രം അതർ ടൈപ്സ് ഓഫ് നോംസ്. മറ്റ് നോംസിൽ നിന്നും ഈ ഫോക്ക് വേസ് വളരെ സിമ്പിൾ ആണ്, കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള ഒരു സൈഡ് ആണെന്ന് കാണാവുന്നതാണ്. ദേ ആർ നോട്ട് ഇല്ലീഗൽ ആൻഡ് ഓഫൻ നോട്ട് ഈവൻ നോംസ് ഓഫ് മൊറാലിറ്റി. അത് ധാർമ്മികതയുടെ ഒരു ചിട്ടവട്ടമൊന്നും അതിന് പറയപ്പെടുന്നുമില്ല. ഉദാഹരണത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ സ്കൂളിൽ യൂണിഫോം ധരിക്കുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അനുയോജ്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൈ ഉയർത്തിയിട്ട് നിങ്ങൾ അനുവാദം വാങ്ങിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുക. റേസിങ് യുവർ ഹാൻഡ്സ് ടു സ്പീക്ക്. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ വഴിയിൽ അരികിൽ തുപ്പാതിരിക്കുക, നോട്ട് സ്പിറ്റിംഗ് ഓൺ ദ സൈഡ് വാക്ക്. അതുപോലെ തന്നെ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പ്ലീസ് എന്ന് പറയുന്നതുകൊണ്ട് താങ്ക് യു എന്നൊക്കെ പറയുന്ന രീതിയൊക്കെ, അതൊക്കെ ചെയ്താൽ നല്ലതാണ്. നിങ്ങളൊരു മാന്യൻ എന്ന് എല്ലാവരും പറയും, അത്ര തന്നെ. എന്നുവെച്ചാൽ അത് തെറ്റിച്ചെല്ലുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ മോർസ് ആവട്ടെ റെപ്രസെന്റ് യെറ്റ് അനദർ കാറ്റഗറി ഓഫ് നോംസ്. അത് നോംസിൽ തന്നെ ഒരു വേറൊരു കാറ്റഗറിയാണ് മോർസ്. മോർസ് ഇസ് എ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ബിഹേവിയറൽ പാറ്റേൺ വിച്ച് ആർ നോട്ട് ആക്സെപ്റ്റഡ് ബട്ട് പ്രിസ്ക്രൈബ്ഡ്. മറ്റുള്ളവർ അംഗീകരിക്കുന്നതല്ല, ചിലപ്പോൾ സ്വയമേ സ്വീകരിക്കുന്നതല്ല, നിർബന്ധിച്ച് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇൻ സിമ്പിൾ വേർഡ്സ്, വെൻ ദ ഫോക്ക് വേസ് ക്ലിയർലി റെപ്രസെന്റ് ദ ഗ്രൂപ്പ് സ്റ്റാൻഡേർഡ്. ഫോക്ക് വേസ് വളരെ ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിന്റെ സ്റ്റാൻഡേർഡ് പറയുമ്പോൾ, ദ ഗ്രൂപ്പ് സെൻസ് ഓഫ് വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ്, എന്താണ് ഉചിതം എന്ന് പറയുമ്പോൾ, റൈറ്റ് എന്താണ് ശരി എന്ന് പറയുമ്പോൾ, നെസസറി ആയിട്ടുള്ള എന്താണെന്ന് പറയുമ്പോൾ, സമൂഹത്തിന്റെ ക്ഷേമത്തിന് വെൽബീയിങ്ങിന്, ദെൻ ദേ ആർ നോൺ ആസ് മോർസ്. അങ്ങനെ പറയുമ്പോൾ അതാണ് മോർസ് എന്ന് പറയുന്നത്. മോർസ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മോർസ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പോസിറ്റീവ് മോർസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് വാട്ട് ഷുഡ് ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ റെസ്പെക്ടിങ് എൽഡേഴ്സ്, സ്പീക്കിംഗ് ദ ട്രൂത്ത്, ഇതൊക്കെ പോസിറ്റീവ് മോർസ് ആണ്. അതേസമയം നെഗറ്റീവ് മോർസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മോർസ് റെപ്രസെന്റ് സം ഡോൺസ്, ചില കാര്യങ്ങൾ ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്തവ. ഫോർ എക്സാമ്പിൾ ഡു നോട്ട് സ്റ്റീൽ, നോട്ട് ടു ടെൽ ലൈസ്, ഓക്കെ, നുണ പറയരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മോർസ് ആർ ദ മീൻസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ഗെയിൻ ഐഡന്റിഫിക്കേഷൻ വിത്ത് ദെയർ ഫെലോസ്. മോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾ അവരുടെ സഹജീവികളുടെ മുന്നിൽ ഒരു അടയാളം, വ്യക്തിമുദ്ര ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. അവനൊരു ജെനുവിൻ പേഴ്സൺ ആണ് കേട്ടോ, അവനൊരു നുണയനാണ് കേട്ടോ, അവനൊരു സത്യസന്ധനായ മനുഷ്യനാണ് കേട്ടോ, ഇങ്ങനെയുള്ള പേര് അല്ലെങ്കിൽ പേരുദോഷമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ മോർസ് അനുസരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തിൽ ഒരു ക്രമം ഉണ്ടാക്കാനായിട്ട് മോർസ് ഒരു ഗ്രൂപ്പ് കെട്ടുറപ്പുണ്ടാക്കാനായിട്ട് ഇത് സഹായകമാണ്.
ഉദാഹരണത്തിന് കുട്ടികൾ സ്കൂളിൽ യൂണിഫോം ധരിക്കണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടാകാനാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ആക്സെപ്റ്റഡ് ബട്ട് ഓൾസോ പ്രിസ്ക്രൈബ്ഡ് ഫോം ഓഫ് ബിഹേവിയർ. എല്ലാവരും അംഗീകരിക്കുക മാത്രമല്ല അത് അങ്ങനെ വേണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയാം.